അങ്ങനെ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചത്തെ എപ്പിസോഡും വെളിപ്പായിരുന്നു നമ്മൾ കണ്ടതാണ്. ജോസ്മിൻ്റെ ഉമ്മിയും ഉപ്പിയും കുപ്പിയും ഒക്കെ വന്ന് അവിടെ കിടന്ന് മെരുകിട്ട് പോയി. ഒരു വിലയും ഇതുമില്ലാത്ത, ഒരു നിലവിലയും ഇല്ലാത്ത കുറേ ആൾക്കാർ. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ തേപ്പ് കിടാന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കി നമ്മുടെ ആൾക്കാരുടെ ജോലിയുടെ കാര്യം പറഞ്ഞു എന്നൊക്കെ ചിലപ്പം പറഞ്ഞു കളയും. പക്ഷേ ഞാൻ അതെല്ലാം ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ലൈവിൽ കുറച്ച് നേരമേ ഉള്ളായിരുന്നു ഒരു എക്സൈറ്റ്മെൻറ്റ്. ഈ ടാസ്ക് ഉണ്ടായിരുന്നു, ആര് ഏത് സ്ഥലത്ത് നിൽക്കും എന്നൊക്കെ ഉള്ള ഒരു ടാസ്ക്. അതിൽ അഭിഷേക് ജയിച്ചു. ഇവരാരും പ്രതീക്ഷിച്ചില്ല. മറ്റേ പാഴായ അപ്സര തീരെ പ്രതീക്ഷിച്ചില്ല. അവൾ ആദ്യം വന്ന് 1-ാം സ്ഥാനത്തിൽ നിൽക്കാനൊക്കെ ശ്രമിച്ചു. അവസാനം 12-ാം സ്ഥാനമോ 13-ാം സ്ഥാനമൊക്കെയാണ് കിട്ടിയത്. പിന്നെ ജോസ്മിൻ വലിയ മറ്റേ ഡിപ്ലോമാറ്റിക് അപ്രോച്ചായിരുന്നു. എനിക്ക് 1-ാം സ്ഥാനത്തേക്ക് വരാനായിട്ടില്ല, ഞാൻ 4-ാം സ്ഥാനം എടുത്തോളാം, ഞാൻ 5-ാം സ്ഥാനം എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം 9-ാം സ്ഥാനമോ 10-ാം സ്ഥാനം കണ്ട് 10 കിട്ടിയെന്ന് തോന്നുന്നു. 9-ൽ പോയി നിന്ന് നോറ 2-ലായിരുന്നു. പക്ഷേ അടിപൊളി ഗെയിമായിരുന്നു. സായി കൃഷ്ണ, സിജോ, നമ്മുടെ അഭിഷേക്, അർജുൻ അതിനകത്ത് കൂടിയിട്ടുണ്ട്. ഇവരുടെ ഒരു ഗെയിം ആയതുകൊണ്ട് ഇതിൽ ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ജിൻഡോനെ എടുത്ത് 2-ാം സ്ഥാനത്തിട്ടു. 1-ാം സ്ഥാനത്ത് അഭിഷേക് 1-ാം സ്ഥാനത്തെത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം നല്ലൊരു കേപ്പബിലിറ്റി, ഒരു എബിലിറ്റി ഉള്ള ഒരു ചെക്കനാണ്. നല്ലൊരു പ്രോഡക്റ്റാണ് അവൻ എന്താണേലും ഇതിൽ ടോപ്പ് 5-ലെങ്കിലും വരണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്താണേലും നോക്കാം. റസ്മിൻ ഒന്നും സഹിച്ചിട്ടില്ല. റസ്മിൻ നാളെ പുറത്ത് പോകുമെന്നാണ് തോന്നുന്നത്. നാളെ പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ലാലേട്ടൻ വന്ന് എന്താ മോനെ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വളിപ്പ് കാണിച്ചിട്ട് കുറേ പെർഫോമൻസ് ആയിരിക്കും. രാജാവാണല്ലോ, മലയാള സിനിമയുടെ രാജാവ് വന്നു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? പ്രജകളല്ലോ അടിമകളൊക്കെ എണീറ്റ് അവിടെ നിന്ന് മറ്റേ നൃത്തവും നർത്തകിയും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരിക്കും നാളെ. അതിൻ്റെ ചെറിയ പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അപ്സരയുടെ കാര്യവും പിന്നെ നോറയുടെ കാര്യം, നോറ എന്ത് പാഴ് സാധനമൊക്കെ. ഇപ്പോൾ ഒരു IPS IAS പിടിച്ചിട്ടുണ്ട്. അയ്യോ, ഞാൻ സിവിൽ സർവീസ് എഴുതേണ്ടതായിരുന്നു, ഞാനല്ല കോവിഡ് കൊണ്ടുവന്ന. കോവിഡ് വന്നപ്പോഴാണ് എൻ്റെ ക്ലാസ്സൊക്കെ മുടങ്ങിപ്പോയത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചു, എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. എനിക്ക് അത് ഫെയിലിയർ ആയിരുന്നു, അതാണ് അട്ടർ ഫ്ലോപ്പായിരുന്നു. മോളെ നീയേ ഫ്ലോപ്പാ, പിന്നെ നിൻ്റെ മാരേജ് കൊണ്ട് ഫ്ലോപ്പാവും, എന്താവും കോപ്പാവും. പിന്നെ നമ്മുടെ തേപ്പുകട ജാസ്മിൻ ഇട്ട് നല്ല കൊട്ട് കിട്ടി അഭിഷേകിൻ്റെ അടുത്ത് പോയിരുന്ന് ഇങ്ങനെ കൊഞ്ചാനുള്ള ശ്രമം. എന്നിട്ട് നിനക്ക് 1-ാം സ്ഥാനത്തേക്ക് നിൽക്കാനുള്ള അർഹത ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നിനക്കൊരു തോന്നലുണ്ട് മോളെ, നീ പറയുന്നതൊക്കെ ശരിയാണെന്ന്. പക്ഷേ നീ പറയുന്ന ഒന്നും ശരിയല്ല, നീ പോകുന്ന വഴി ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സമയം കഴിഞ്ഞു പോയി. നീ അത് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളതാണ് നിൻ്റെ ഒരു തോൽവി. നീ ചെയ്തിട്ടുള്ള എല്ലാം പഴുപരിപാടിയാണ്. ആൾക്കൊന്നും പറയാൻ പറ്റില്ല. ആളെ മോക്ക് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. അവൻ്റെ മറ്റേ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, 2 പേര് ഒരുമിച്ച് പോയിട്ട് എന്നെ നോമിനേറ്റ് ചെയ്യുന്നു അതോ നിന്നെ നോമിനേറ്റ് ചെയ്യണോ എന്ന് പറയുന്ന ആ ടാസ്കിലും അവനായിരുന്നു ഇവളുടെ കൂടെ പോയത്. ഇവളെ ഇട്ട് അവൻ പഠിച്ചിട്ടാണ് ഇവൾക്ക് ദേഷ്യം വന്നിട്ട് മൈക്കൊക്കെ എടുത്ത് എറിയേണ്ടതാണെന്ന്. അത് പക്ഷേ അതൊന്നും അങ്ങനെ സംഭവിച്ചില്ല. അവളുടെ ഉമ്മയുടെ കൂടെ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എന്നിട്ട് ചോദിക്കുകയാണ് വെളിയിൽ എങ്ങനെയുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതായിരുന്നു ഇവളുടെ ഒരു കോൺഫിഡൻസ്. അതാണ് സംഭവിച്ചത് ജാസ്മിൻ. അതുകൊണ്ടാണ് 1-ാം സ്ഥാനത്തേക്ക് ഞാൻ വരുന്നില്ല, കാരണം എനിക്ക് വെളിയിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ടിനുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് ജീവിതത്തിൽ ഫെയിലിയറിനുള്ള ഏറ്റവും വലിയ കാരണം. നമ്മുടെ തോന്നലുകളാണ്. നമുക്ക് ചില സമയത്തൊക്കെ ചിലതൊക്കെ തോന്നും. അപ്പോൾ ആ തോന്നൽ ശരിയായില്ലെങ്കിൽ നമ്മൾ പടുകുഴിയിലായിരിക്കും വീഴുന്നത്. അതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് ജാസ്മിൻ, ഗബ്രി, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ. എന്താണെങ്കിലും പോയി. കഴിഞ്ഞ കൊല്ലം ശോഭ ഉണ്ടായിരുന്നു, ഈ കൊല്ലം അപ്സരയുണ്ട്. ശോഭയുടെ അതേ റോളാണ്. എന്നെ പോലത്തെ ഒരു ക്യാപ്റ്റൻ ഉണ്ടോ? ഞാൻ ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഞാനാണ് മറ്റേ ക്യാപ്റ്റൻ, ഞാൻ മറിച്ച ക്യാപ്റ്റൻ, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ എൻ്റെ ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ആർക്കും അങ്ങനെ ബെസ്റ്റ് ക്യാപ്റ്റൻ കൊടുത്തിട്ടില്ല, അത് എനിക്കാണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് അയ്യോ തൂരി മഴുകിയാണ് വളിപ്പാക്കി. അവസാനം 12-ാം സ്ഥാനത്ത് പോയി നിന്നപ്പോൾ അവൾക്ക് സമാധാനമായി. അതാണ് ആ ടാസ്ക്. നല്ല രസമുണ്ടായിരുന്നു. അഭിഷേകിന് ഒന്നുകൂടെ കൺഗ്രാജുലേഷൻസ്. എന്നാലും പയ്യൻ കയറി വരട്ടെ, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഈ 2 പാഴുകൾ അർജുനും ശ്രീതുവും പിന്നെയും ഇപ്പോഴും മറ്റേ കോമ്പോ വിളിക്കാനുള്ള ശ്രമത്തിലൊക്കെയാണ് ഈ മറ്റേ കോലിചക്കൻ. അവന് കാര്യമായിട്ട് വരാമെന്ന് അറിയില്ല. പക്ഷേ എന്നാലും ഇന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു മറ്റേ ജാസ്മിൻ്റെ അടുത്തൊക്കെ. അതെന്നാണെങ്കിലും പോട്ടെ. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ലാലേട്ടൻ വന്നിട്ട് എന്തൊക്കെ കാണിക്കുമെന്ന് അറിയില്ല. നാളെ ലാലേട്ടന് വേണ്ടിയിട്ട് അവിടെ കിടന്ന് മറിയുമായിരിക്കും. ഇതെല്ലാം കൂടെ, ഈ അടിമകളെല്ലാം എനിക്ക് മറ്റേ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന ആ സിനിമയിലൊരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. പിഷാരടി പറയുന്നതാണ്, പിറന്ന വടി വന്ന് നിൽക്കാൻ ആൾക്കാർ തയ്യാറാണ്, പിന്നെയാണ് എണീറ്റ് നിൽക്കാൻ. എന്നാലും BBM സ്പെഷ്യൽസ് എന്നും പറഞ്ഞുകൊണ്ട് നല്ല രസമുള്ള കുറേ കോമ്പിനേഷൻ സീൻസൊക്കെ പുള്ളിയുടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ലെജൻഡാണല്ലോ. നമുക്ക് ലാലേട്ടനെ ഇഷ്ടമാണ്. ഈ ഷോയിൽ വന്ന് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെറിയൊരു ഇഷ്ടക്കേടുണ്ടായിരുന്നാണെങ്കിലും അതൊരു ബാലിശമായ ഒരു ഇഷ്ടക്കേടാണ്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. ലാലേട്ടൻ നാളെ വന്ന് അടിച്ച് തകർക്കുമായിരിക്കും. ആ പഴയ ലുക്കും ആ പുതിയ ലുക്കും, പഴയ ലുക്ക് ഇതാണ്, അതിലും പഴയൊരു ലുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ അങ്ങനെ വലുതായിട്ട് വീഡിയോസൊന്നും കണ്ടില്ല. പുള്ളിയുടെ 20-ാം നൂറ്റാണ്ട് അതേപോലത്തെ സിനിമകളിലൊക്കെ ഉള്ള ലുക്കുണ്ടല്ലോ, TP ബാലഗോപാലൻ,
അതൊക്കെ ക്ലാസിക്കാണ്. അതൊന്നും അല്ലാതെ കുറേ ആക്ഷനും ഇപ്പോൾ ഇവന്മാരുടെ എഡിറ്റിങ് ഇതിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇവന്മാരുടെ ക്വാളിറ്റി, ഇവന്മാർക്ക് ആക്ടിങ് എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയില്ല. പിന്നെ കുറേ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ക്ലിപ്പ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ലാലേട്ടനൊന്നും നാളെ എന്താ കാണിക്കുമോ അറിയില്ല. എന്തായാലും നാളെ രശ്മിനെ പുറത്താക്കില്ലെന്ന് തോന്നുന്നു. ബുധനാഴ്ച പുറത്താക്കുമായിരിക്കും, നമുക്ക് നോക്കാം. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ആണ് പറയാനുള്ളത് മിസ്റ്റർ ലാൽ സാറിന്. ലാലേട്ടൻ ഇനിയും കുറേ കാലം ജീവിക്കട്ടെ, കുറേ നല്ല സിനിമകൾ തരട്ടെ. ഇങ്ങനെ ഈ പ്രായത്തിൽ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടമുണ്ട് ബാറോസ് എന്ന് പറഞ്ഞ്, ഇയാൾ കൊണ്ട് പ്രേം നസീറിനെ കളിയാക്കിയതാണ്. അപ്പോൾ ഇയാൾക്ക് വയസ്സുകാലത്ത് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ബൈ ഇറ്റ് സെൽഫ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇയാളുടെ ഈ ഡയറക്ഷൻ എങ്ങനെ ആയിത്തീരുമെന്ന് നോക്കാം. ബാറോസ് വരുന്ന ക്ലിക്കിന് പുള്ളി റെഡിയാണ്. ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പുള്ളി. എന്താണേലും അതൊക്കെ ഒരു സൈഡിൽ കിടക്കട്ടെ. നാളെ നമുക്ക് കാണാം ബിഗ് ബോസ് എന്തായിത്തീരുമെന്നുള്ളത്. നാളെ എനിക്ക് തോന്നുന്നില്ല ഒന്നും വലുതായിട്ട് സംഭവിക്കുന്നത്. ഈ മറ്റേ നൃത്തനൃത്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്താണേലും കാണാം.